പ്രിയരെ, ലൈക്കുകളുടെ ഷെയറുകളുടെ ഈ പുതിയ കാലത്ത് ഓരോ ചിരിയും വൈറലായി മാറുന്ന ഈ കാലത്ത് നാം ഏറെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഏറെ ഒറ്റപ്പെട്ടിരിക്കുന്നു. സ്ക്രീനിന്റെ തിളക്കത്തിനപ്പുറം വെളിച്ചമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ഒപ്പം തകർക്കുന്ന ഇരുളുമുണ്ട്. 21-ാം നൂറ്റാണ്ടിന്റെ ഈ അദൃശ്യ യുദ്ധഭൂമിയിലേക്ക് സ്വാഗതം. സാങ്കേതിക വിദ്യയും വിശ്വാസവും നേർക്കുനേർ നിൽക്കുന്ന നിമിഷം. തകർന്ന ഒരു ഹൃദയത്തെ തൊടാൻ ഒരു അത്ഭുതം നിങ്ങളെ കാത്തിരിക്കുന്നു. ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദ സൈബർ ഗാർഡിയൻ, ഒരു ഡിജിറ്റൽ കാലത്തെ ദൈവകഥ. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, റെക്കോർഡിംഗ് ചാൾസ് ബിന്നി. സീൻ 1. ഡിജിറ്റൽ കുരിശും വചനവായനയും. വീട് നിറയെ ആളുകൾ, പക്ഷേ ഹൃദയങ്ങൾ മറ്റെവിടെയോ. ഈ ഡിജിറ്റൽ ബഹളങ്ങൾക്കിടയിൽ ആർക്കെങ്കിലും ദൈവസ്വരം കേൾക്കാനാകുമോ? ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ഓക്ലാൻഡ്. ഇത് നിങ്ങളുടെ സ്വന്തം ലെസ്. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ബ്ലോഗാണ് എടുക്കുന്നത്. ഇതാ നോക്കൂ, എൻ്റെ അപ്പച്ചൻ പപ്പയുടെ ഭക്തി നിർഭരമായ ബൈബിൾ വായന. പപ്പ ഒന്ന് ചിരിക്കൂ. പിന്നെ നമ്മുടെ സ്വന്തം അമ്മച്ചി എലിസബത്ത്, നമ്മുടെ ക്യൂട്ടി പായ്. ഇതൊരു തന്തവൈബ് ബ്ലോഗാണ് കേട്ടോ. ലിസേ, വേണ്ട, നിനക്ക് ഇത്തിരി കൂടുണ്ട് കേട്ടോ. അപ്പച്ചൻ്റെ അടുത്താണോ നിന്റെ കളി തമാശയൊക്കെ? എടാ കെവിനെ, ഇതെന്താ ഈ വടിയുടെ മുകളിൽ ഒരു സാധനം വെച്ചിട്ടിരിക്കുന്നത്? ഇത് പാമ്പിനെ പോലെ ഇങ്ങനെ തലയാട്ടുന്നത് എന്താ? ഇതിൻ്റെ ഉള്ളിൽ വല്ല ജീവി ഉണ്ടോ? അപ്പച്ച, ഇത് പാമ്പൊന്നുമല്ല, ഇത് ഗിംബിൾ. ലിസ് ഓടുമ്പോൾ ഈ ഫോണെ ഷേക്ക് ആകാതെ നോക്കാൻ. കുലുങ്ങാതെ നോക്കാൻ. നിൻ്റെയൊക്കെ ബുദ്ധി കുലുങ്ങാതെ നോക്കിക്കോ. ഇത് കണ്ടോ, ഇതിൽ കുലുങ്ങാത്ത സത്യങ്ങളുണ്ട്. നീയൊക്കെ വടിയും പൊക്കി പിടിച്ച് ലോകം മൊത്തം നാണം കെടുത്തുകയാണല്ലോ. എന്താ ഇവിടെ ഒരു ബഹളം? ലിസേ, നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? നീ എന്തിനാ ഇങ്ങനെ അപ്പച്ചനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ? മമ്മി, ഇത് ബുദ്ധിമുട്ടല്ല, ക്രിയേറ്റിവിറ്റിയാണ്. ഗായ്സ്, ഇതാണ് എൻ്റെ മമ്മി. മമ്മിയുടെ ഈ ചട്ടുകം കണ്ടോ? പണ്ട് എനിക്ക് അടി കിട്ടിയിരുന്ന ഒരു ഉപകരണമാണിത്. ഒന്നും മിണ്ടാതിരിക്കു പെണ്ണെ. ആ ജൂലിയാൻറ്റി ഇപ്പൊ ഇങ്ങോട്ട് വരും. അവളിതെങ്ങ കേട്ടാ നാട് മൊത്തം പാട്ടാക്കും. എന്താ ഇവിടെ ബഹളം? സണ്ണിച്ചന്റെ വീട്ടിൽ ഇപ്പോൾ സമാധാനം ഇല്ലല്ലോ. റിയ, നീ ആ ഫോൺ താഴെ വെക്കേ. ഡാഡി പ്ലീസ്, ഒരു സെൽഫി എടുത്താൽ നിർത്താം. ഡാഡി ഒന്ന് പോസ്റ്റ് ചെയ്യൂ. എന്റെ റിയ, എനിക്ക് പോസ്റ്റ് ചെയ്യാൻ സമയമില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നമ്മുടെ പള്ളിയിൽ ആരാധനയുണ്ട്. എല്ലാരും ഒന്ന് പോയി ഒരുങ്ങിക്കേ. സൺഡേ മാത്രം പള്ളിയിൽ പോയാ പോരാ. സണ്ണി, നീ പറഞ്ഞത് ശരിയാ. ഈ ഡിജിറ്റൽ ലോകത്തിലൂടെ സാത്താൻ പാളി നോക്കുക. ഈ ഫോണിൻ്റെ ഉള്ളിൽ കൂടെ ലൂസിഫർ വരും. സണ്ണി, ആ കൊച്ചുങ്ങളൊന്ന് സന്തോഷിക്കട്ടെടാ. മോളെ, എന്നെയും കൂടി ഒന്ന് ആ വ്ളോഗിൽ കാണിക്കാമോ? ഞാൻ നല്ല ചുരിദാറൊക്കെ ഇട്ടതാ. എലിസബത്തെ, നിനക്ക് ഈ പ്രായത്തിൽ ബുദ്ധി പോയോ? പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നല്ല സാരിയല്ലേ ഉടുക്കേണ്ടത്. ഈ ചുരിദാറൊക്കെ ഇട്ട് എങ്ങോട്ടാ? ഫോണിൽ ലോഗിൻ ചെയ്താൽ ദൈവത്തിൽ നിന്ന് ലോഗൗട്ടാവും. അതാണ് സത്യം. അയ്യോ ചിന്നു, നിനക്ക് കണ്ണു കണ്ടൂടെ? ചേച്ചിക്ക് കണ്ണുണ്ടൂടെ? ചേച്ചി എന്താ പൊട്ടിയാ? കണ്ടോ സണ്ണിയച്ച, ഇതാണ് ഭാവിയുടെ വാഗ്ദാനം. ഈ വീട് ഒരു മെന്റൽ ഹോസ്പിറ്റലായി മാറുകയാണ്. മോളതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. മക്കളെ, വചനത്തിൽ പറയുന്നു, നിന്റെ കണ്ണ് നിന്നെ വീഴ്ത്തുന്നെങ്കിൽ അത് പിഴുതു കളയുക. ഇന്ന് കണ്ണ് മാത്രമല്ല, ഈ ഫോണും കൂടെ എറിഞ്ഞു കളയേണ്ടി വരും. മോളെ, നീ ഇന്ന് പള്ളിയിൽ വരണം. ആ സ്ക്രീനിലെ വെളിച്ചമല്ല, ആരാധനയിലെ വെളിച്ചമാണ് നിനക്ക് വേണ്ടത്. അപ്പച്ചാ, ഞാൻ പള്ളി വരുമ്പം ഇതുകൂടി കൊണ്ടുവന്നോട്ടെ? ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനാണ്. കൊണ്ടുവന്നാൽ ആ കുരിശിന് വരെ നിന്റെ വടി ഞാൻ അവിടെ തറയ്ക്കും. നടക്കെല്ലാവരും. ഗായ്സ്, പപ്പയ്ക്ക് വട്ട് പിടിച്ചു. അടുത്ത വ്ലോഗിൽ കാണാം. പീസ് ഔട്ട്.
സീൻ 2 വിഷം കലർത്തുന്ന വിരുന്നുകാരി അല്ലെങ്കിൽ ദ ഹ്യൂമൻ CCTV. മനസ്സിലോ വിഷം. ചിലപ്പോൾ ഏറ്റവും അപകടകാരികളായ ചതിക്കുഴികൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാകും. മേരി, മേരി, അങ്ങോട്ട് വരാവോ? അതോ ഇനി വല്ല ഷൂട്ടിംഗ് നടക്കുകയാണോ? വരുന്നു ആകാശവാണി. ചരമക്കോളം മാത്രം വായിക്കുന്നവള്. സാത്താൻ വരുന്നത് വാല് വെച്ചല്ല, ദേ ഇതുപോലെ കറിവേപ്പിലയും ചോദിച്ചു വരും. അല്ല മേരി, എന്തുണ്ട് വിശേഷം? ഞാൻ ഈ അപ്പച്ചനെ അമ്മച്ചേനെ ഒന്ന് കാണാൻ വന്നതാ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാലോ. ആ ഇരിക്കു ജൂലി. ആ അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ തന്നെ ഉണ്ട്. സുഖമുണ്ടോന്ന് അറിയാനായിരിക്കില്ല, സൂക്കേടുണ്ടോന്ന് അറിയാനായിരിക്കും. ഉം. ഓ, ഇതാണല്ലേ ആ വ്ളോഗ്. കൊള്ളാം മോളെ, നീ നല്ല മിടുക്കിയാ. പക്ഷെ കഴിഞ്ഞ മാസം നമ്മുടെ ഇടവകയിലെ പൗലോസേന്റെ മോൾക്ക് പറ്റിയത് നീ അറിഞ്ഞില്ലേ? അവൾക്കുണ്ടായിരുന്നു ഇങ്ങനെ കുറേ സബ്സ്ക്രൈബേഴ്സ്. എന്താ ആന്റി, എന്താ പൗലൂസങ്ങളുടെ മോൾക്ക് പറ്റിയത്? പറയാൻ നാണക്കേടാ മോളെ. അവൾക്ക് എന്നും മെസ്സേജ് അയക്കുന്ന ഏതോ ഒരു സബ്സ്ക്രൈബർ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാ പോലും. ഒടുവിൽ അവന്റെ കൂടെ അവൾ അങ്ങ് ഇറങ്ങിപ്പോയി. പാവം ആ പൗലോസ്. നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്താൻ വയ്യാതെ മരുന്നും കുടിച്ച് കിടപ്പില്ല. ഈ ലൈക്കും ഷെയറും ഒക്കെ ഒരു രസത്തിന് കൊള്ളാം, പക്ഷേ ഈ ഇറങ്ങിപ്പോക്കിന് ആരും ലൈക്ക് അടിക്കില്ലല്ലോ. എന്ത്, പൗലോസിന്റെ മോൾ ഇറങ്ങിപ്പോയോ? അതെ സണ്ണിച്ച, ആ കൊച്ചും ഇതുപോലെ വീഡിയോ എടുത്ത് നാട് മൊത്തം കാണിച്ചു നടന്നതാ. ഇനി ലിസ്മോളെ, നിന്നെ കാണാൻ നല്ല ചേലുണ്ട്, അതുകൊണ്ട് പറയാ. നീ ഏതോ ഒരു പയ്യന്റെ കൂടെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തത് കണ്ടു. അവനും നിന്റെ ഒരു സബ്സ്ക്രൈബർ ആണോ? ആന്റി, അതെന്റെ കൂടെ ജോലി ചെയ്യുന്നവനാ. ലിസിന്റെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്ത അവൻ. ഈ ആന്റി എന്തിനാ ഓരോന്നുണ്ടാക്കി പറയുന്നേ? ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല കെവിനെ, നാട്ടുകാർ പറയുന്നത് ഞാൻ കേട്ടതാ. ലിസ്മോൾ ആരോടോ വീഡിയോ കോൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. സണ്ണിച്ച, ഒന്നുമില്ലെങ്കിലും നമ്മൾ അന്തസ്സുള്ള വീട്ടിൽ വളരുന്നവരല്ലേ. നിന്റെ മോള് പാവമായിരിക്കും, പക്ഷേ ഈ ഡിജിറ്റൽ ലോകം അങ്ങനെയല്ല. അന്തസ്സിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നല്ലേ നല്ലത്. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ രാത്രി ഞങ്ങൾ കേൾക്കാറുള്ളതാണ്. ആന്റി, അതെൻ്റെ ഒരു സബ്സ്ക്രൈബർ സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചതാണ്. അവരെ സഹായിക്കാനാ ഞാൻ വ്ളോഗ് ചെയ്തത്. സഹായിക്കാനാണോ? ഈ പുതിയ തലമുറയ്ക്ക് അപ്പനും അമ്മയും പറയുന്നേക്കാ വലുത് ഈ ഫോണിലെ ആൾക്കാരാണല്ലോ. മേരി, നിന്റെ മോക്ക് നല്ലൊരു ആലോചന വരുന്നുണ്ടെന്ന് കേട്ടു. പയ്യന്റെ വീട്ടുകാര് ഈ വ്ളോഗും പാട്ടും കണ്ട അവരെന്ത് വിചാരിക്കും? ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരും കേട്ടോ. ജൂലി, നീ ഇത് എൻ്റെ മകൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ തറച്ച് കയറ്റണോ? നീ ഞങ്ങളെ കാണാൻ വന്നതോ അതോ ഇവിടെ വേറെ വല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണോ? ഓ സാരല്ല അപ്പച്ച, ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതാ. മേരി, സണ്ണിച്ച, നിങ്ങൾ ആലോചിച്ചു നോക്ക്. നാട്ടുകാര് പലതും പറയുന്നുണ്ട്, എല്ലാം ഈ ഫോൺ വരുത്തി വെക്കുന്നതാ. ഇനി സണ്ണി ഉറങ്ങില്ല. അവൻ്റെ ഉള്ളിൽ ഞാനൊരു സംശയത്തിന്റെ മുള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വീട്ടിൽ പോകുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ഇനി വീട്ടിൽ ബ്ലോഗുമില്ല, ഫോണുമില്ല. അവളുടെ ഒരു ഹലോ ഗൈസ്. ഞാൻ ജൂലി പറഞ്ഞാലും കാര്യമുണ്ട്. കല്യാണം അവന്റെ കൊച്ചാണ്, ഇതുവരെ കുട്ടികൾ മാറിയിട്ടില്ല. സണ്ണിച്ച, എൻ്റെ കൊച്ചിനെ വിഷമിപ്പിക്കല്ലേടാ നീ. അവള് നല്ല ഗുണമുള്ള കുട്ടിയാ. അല്ലാതെ ഞാൻ നേരത്തെ വന്നവളെ പോലെ ഗുണം കെട്ടവളല്ല. അവളുടെ കല്യാണമൊക്കെ കർത്താവ് ഭംഗിയായി നടത്തും. നീ അധികം ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മുടെ കെവിന് കിട്ടിയില്ലേ ഒരു സുന്ദരിയെ, അതുപോലെ എൻ്റെ കൊച്ചുമോൾക്കും കിട്ടും ഒരു മിടുമിടുക്കനെ. കിട്ടും കിട്ടും, നോക്കിയിരുന്നോ. ആ, അത് പറഞ്ഞപ്പോഴാ ഓർത്തേ. ദേ കെവിൻ, നീ ആ ഫ്ലവേഴ്സ് ഒക്കെ ഓർഡർ ചെയ്തോ? നാളെ രാവിലെ അവരെങ്ങ എത്തും. ആരാ വന്നേ മമ്മി? അതൊന്നും നീ ഇപ്പൊ അറിയണ്ട. നീ പോയി ആ ഹോംവർക്ക് ഒക്കെ ചെയ്തേ. സീൻ 3
മംഗല്യപന്തലിലെ മാരകകണി അഥവാ ദ ഡിജിറ്റൽ ട്രാപ്പ്. ഒരു വീഡിയോ, ഒരു കെണി. സ്ക്രീനുകൾ തെളിയുന്നു, മനസ്സുകൾ ഇരുളുന്നു, വേട്ടയാടൽ തുടങ്ങുന്നു. മേരി, എല്ലാം റെഡിയല്ലേ? പയ്യനും വീട്ടുകാരും ഗേറ്റ് കടന്ന് കാണും. ഓക്കലിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു കുടുംബമാണ്. നമ്മുടെ റിയയ്ക്ക് ഇനി ഇതിൽ കൂടുതൽ നല്ല ആലോചന കിട്ടാനില്ല. എല്ലാം റെഡിയാ സണ്ണിച്ച. നമ്മുടെ മോക്ക് നല്ലത് മാത്രമേ വരൂ. പക്ഷേ ആ ജോലി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോഴാ എനിക്ക് പേടി. നീ അത് വിട്ടേക്ക് മേരി. അതൊക്കെ ആ സ്ത്രീയുടെ കുശുമ്പോണ്ട് പറയുന്ന. മോളെ ആയിരുന്നേ, നീ ആ സ്നാക്സ് ഒക്കെ ഒന്ന് എടുത്തു വെച്ചേ. ആ പയ്യനും വീട്ടുകാരും അങ്ങ് ദൂരത്തുനിന്നാണ് വരുന്നത്. എന്തായാലും നല്ല ഫുഡ് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ആ ഫ്ലവേഴ്സും ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ. അവര് വരുമ്പോൾ നമ്മുടെ വീട് കണ്ടാൽ നല്ല ഒരു ഐശ്വര്യം ഉണ്ടാകണം. അയ്യോ, അവർ തിന്നാനാണോ വന്നെ? എനിക്ക് വല്ലതും ബാക്കി ഉണ്ടാവോ? ലച്ചു, എന്റെ ദൈവമേ. ഡാഡി, ഡോണ്ട് വറി. നമ്മുടെ ലിസ് ഏഞ്ചലിനെ പോലെ ഇരിക്കും. പയ്യൻ അപ്പൊ തന്നെ ഫ്ലാറ്റ് ആകും. ഇതാ നോക്കിയേ സണ്ണിച്ച, നമ്മുടെ ലിസ മോളെ ഒരു ഏഞ്ചലിനെ പോലെ ഇല്ലേ? ഡാഡി, എനിക്ക് പേടിയാകുന്നു. ഇപ്പോൾ തന്നെ കല്യാണം വേണോ? Dad, this is not like your old times. They need to know each other. ഇവരെ ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഡേറ്റോ? എന്ത് ഡേറ്റിന്റെ കാര്യം ഇവനീ പറയുന്നേ? കെവിൻ, നമുക്കൊന്നും ഡേറ്റ് ഉണ്ടായില്ലല്ലോ. വെഡിങ് കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെയൊക്കെ ഫസ്റ്റ് ഡേറ്റ്. ഡേറ്റ് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഐറീൻ, നീ പോയി ആ ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തേ. ഓക്കെ. കെവിൻ, നിനക്കറിയാമല്ലോ, പെൺകുട്ടികൾക്ക് ഫ്രീഡം അനുവദിക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് നമ്മുടേത്. ഏത്? എന്താണ് മോളെ, വലിയ ഡേറ്റ് മെസ്സേജ് ആണോ? ഇതെന്താ? ഇത് ഞാനല്ലേ? എന്ത് ലിസേ, ഇതെന്താ? പറ, ഇതെന്താ? ചേച്ചി എന്തിനാ കരയണേ? ഡോണ്ട് ക്രൈ. ചേച്ചി കരയല്ലേ ചേച്ചി? എന്താ പറയാ? മോളെ, ഇത് അവനല്ലേ? ആ ബൊട്ടീക്കില് നീ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയപ്പോ എന്താ സംഭവിച്ചേ? പറ മോളെ, നീ അല്ലേ പറഞ്ഞത് നിനക്ക് അവനെ അറിയാന്ന്? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇതിങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന്. സമാധാനമില്ലേ എല്ലാവർക്കും? ആ ജൂലി പറഞ്ഞ പോലെ ആയില്ലേ എല്ലാം? എന്റെ മോളെ, എന്തിനാടി നീ ചെയ്തത്? സണ്ണി, നീ ഒന്ന് സമാധാനപ്പെടുക. കർത്താവില്ലേ നമ്മുടെ കൂടെ? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും. ദൈവം പരീക്ഷകൾ തരുന്നത് നമ്മളെ ശക്തിപ്പെടുത്താനാ, അല്ലാതെ തളർത്താനല്ല. നീ കേട്ടിട്ടില്ലേ, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ലെന്ന്. ഇതില് അവൻ എന്തൊക്കെ എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. $100,000 ഉടനെ തന്നില്ലെങ്കിൽ നിന്നെ കാണാൻ വരുന്ന പയ്യന്റെ ഫോണിലേക്ക് ഈ ലിങ്ക് അയക്കും. ഇത് എന്തൊരു ചതിയാ! പയ്യന്റെ വീട്ടുകാർ ബെല്ലടിക്കുന്നു. നിങ്ങൾ എന്തിനാ അവിടെ ഫോണും നോക്കി നിൽക്കുന്നത്? എല്ലാരും പോ, ഞാനിത് ഡീൽ ചെയ്തോളാം. ഹരി, നോ, എനിക്ക് പറ്റില്ല. ഞാൻ ഒരു മോശക്കാരിയാന്ന് എല്ലാരും പറയും. എനിക്കാരെയും കാണണ്ട. എന്റെ കർത്താവേ, മോളെ എന്തു പറ്റി നിനക്ക്? സണ്ണിച്ച, പുറത്തവരെത്തി. ഇതിന്റെ ഉള്ളിലാ സാത്താനിരിക്കുന്നത്. ഇത് കാരണമാ എന്റെ ജീവിതം പോയത്. എന്റെ മാതാവേ. മോളെ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കൊച്ചിനെ ആ ഡിജിറ്റൽ ചെകുത്താൻ കുടുക്കി. സണ്ണി, വാതിൽ തുറക്കണ്ട. എൻ്റെ കൊച്ചിനെ എല്ലാവരും നോക്കി ചിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കിത് വേണ്ടിയിരുന്നു. ആ ജൂലി പറഞ്ഞത് എത്രയോ ശരിയാ.
നീ ഉണ്ടാക്കിയ ബ്ലോഗും ലൈക്കും ഇപ്പോൾ ഞങ്ങളുടെ നെഞ്ചത്തേക്കല്ലേ വീണത്. എടാ സണ്ണി, നമുക്കൊന്ന് പുറത്തു പോകാം. അവരോട് എന്തെങ്കിലും പറഞ്ഞ് അവരെ ഇപ്പോൾ പറഞ്ഞു വിടാം. വാടാ കെവിനെ, നീയും വാടാ. എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. എല്ലാവരും എന്നെ കളിയാക്കും. എനിക്ക് മരിക്കണം. സീൻ 4. തകർന്ന ഹൃദയവും പ്രത്യാശയുടെ വിളിയും. ചുറ്റുമുള്ള ലോകം പുറംതിരിയുമ്പോൾ അപമാനം താങ്ങാൻ കഴിയാതെ, ഒളിക്കാൻ ഇടമില്ലാതെ ഒരോട്ടപ്പാച്ചിൽ. എന്റെ അഭിമാനം പോയി മേരി. ഈ ഓക്ലൻഡിലെ മലയാളികളുടെ ഇടയിൽ ഞാൻ ഇനി എങ്ങനെ തലയുയർത്തി നടക്കും? ആ പയ്യന്റെ വീട്ടുകാർ ഇറങ്ങിപ്പോകുമ്പോൾ എന്നെ നോക്കിയ ആ നോട്ടം, അത് ഓർക്കുമ്പോ എനിക്ക് മരിക്കാൻ തോന്നും. സണ്ണിച്ച, നമ്മുടെ മോള് പാവല്ലേ. അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നല്ലല്ലോ ഇത്. ആ ചതിയൻ അവളെ കുടുക്കിയതല്ലേ. നമ്മൾ അവളെ ചേർത്ത് പിടിക്കേണ്ട സമയല്ലേ ഇത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ഈ സ്ക്രീനിൻ്റെ ഉള്ളിലിരിക്കുന്നത് ലൂസിഫർ ആണെന്ന് നിങ്ങൾ ആരും കേട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ആ ചതിക്കുഴിയിൽ എൻ്റെ കൊച്ചു വീണുപോയി. ആരോട് പറയാൻ? ഈ വീട്ടിൽ ആരെങ്കിലും എൻ്റെ വാക്കിന് എന്തെങ്കിലും ഒരു വില തന്നിട്ടുണ്ടോ? അപ്പച്ച, അങ്ങനെ പറയല്ലേ. ഫോൺ പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കണം. ഞാൻ എൻ്റെ IT ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ലിസ് ആരോടും സംസാരിക്കുന്നില്ല അപ്പച്ച. മേരി, മേരി, ദേ വന്നു. എല്ലാം അറിഞ്ഞിട്ട് വന്നതാകും എൻ്റെ മോളെ സങ്കടപ്പെടുത്താൻ. മേരി, നീ ഒന്ന് അങ്ങോട്ട് ചെന്നേ. അവൾ മോളെ കാണണ്ട. എന്തായി മേരി? പയ്യനും വീട്ടുകാരും വന്നിട്ട് എന്തു പറഞ്ഞു? മേരി, ഇവിടെ എന്താ ഉണ്ടായേ? എന്താ എല്ലാവരുടെയും മുഖത്തൊരു വിഷമം? എന്തു പറ്റി? ചെക്കൻ നമ്മുടെ ലിസ്മോളുടെ വ്ലോഗ് വല്ലതും കണ്ടു കാണും. അല്ലടി ലച്ചുമോളെ? എന്നെ തൊടണ്ട പോ. സണ്ണി, ഒന്ന് സമാധാനപ്പെടറ. ഞാൻ വരുന്ന വഴിക്ക് ആ പയ്യൻ്റെ വീട്ടുകാരെ ഒന്ന് കണ്ടു. സാരമില്ല, എല്ലാം ദൈവഹിതം എന്ന് കരുതാം. ഞാനൊന്ന് ലിസമോളെ കാണാൻ വന്നതാ. എന്റെ അച്ഛാ, എന്റെ കുടുംബം തകർന്നച്ഛാ. എന്റെ മകൾക്ക് വട്ടായോന്ന് വരെ എനിക്ക് പേടിയാവുന്നു. ലിസമോളെ, ഇത് അച്ഛനാണ്. ഒന്ന് വാതിൽ തുറക്കുമോ? അച്ഛന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അച്ഛാ, ഞാൻ ഒരു ചീത്ത പെണ്ണാണോ? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല അച്ഛാ. അവൻ എന്നെ കുടുക്കിയതാ. എനിക്ക് പള്ളി വരാൻ പേടിയാ. എല്ലാവരും എന്നെ നോക്കി കളിയാക്കില്ലേ? ഇല്ല മോളെ, ലോകം എന്തു പറയുന്നു എന്നതല്ല, ദൈവം നിന്നെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രാധാന്യം. നീ ഒരു ഇരയാണ്, തെറ്റുകാരിയല്ല. നിന്റെ ഈ മുറിവ് സുഖപ്പെടുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. അച്ഛൻ പറഞ്ഞ ശരിയാ. നീ നിന്റെ ഭാരം കർത്താവിൽ ഏൽപ്പിക്കി. ബാക്കിയുള്ളതെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. നാളെ വെള്ളിയാഴ്ചയാണല്ലോ. പള്ളിയിൽ പ്രത്യേക ആരാധനയും കുർബാനയും ഒക്കെ ഉണ്ട് കേട്ടോ. നീ വരണം. നിന്റെ മനസ്സിൻ്റെ ഈ ഭാരം അവിടെ സമർപ്പിക്കണം. പക്ഷേ നീ പഴയ ആ ലിസിയായിട്ട് തിരിച്ചു വരണം കേട്ടോ മോളെ. എനിക്കിനി ഒന്നും വേണ്ട. ഇനി പള്ളിയില്ല, പ്രാർത്ഥനയും ഇല്ല. എനിക്ക് മതിയായല്ല. എനിക്ക് മടുത്തു ഈ നശിച്ച ജീവിതം. ലിസമോളെ, നീ പള്ളിക്കുള്ളിൽ കയറണമെന്നില്ല. പുറത്ത് ബെഞ്ചിലിരുന്നാലും പ്രാർത്ഥിക്കാം.
നിന്റെ വിളി ദൈവം കേൾക്കും. നീ വരുമെന്ന് അച്ഛൻ ഉറപ്പാണ്. മോളെ, നാം ദൈവത്തിൻ്റെ ആലയമാണല്ലോ. ദൈവം നമ്മുടെ ഉള്ളിലുമുണ്ട്. ചിന്നു, നിനക്കിപ്പോഴും ആ ചെറുത്താമ്പട്ടിയോട് തന്നെയാണോ സ്നേഹം? അച്ചോ, ഇവളുടെ ഈ ഡിജിറ്റൽ ബാധ ഒന്നും ഒഴിപ്പിച്ചു തരണം കേട്ടോ. സാരമില്ല അപ്പച്ച, എല്ലാം ശരിയാവും. സണ്ണി, നീ നാളെ ലിസമോളെ പള്ളിയിൽ എത്തിക്കണം. ദൈവം വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. മോളെ വാ, എൻ്റെ മകൻ്റെ അടുത്തേക്ക് നീ വാ, ആരാധനയിലേക്ക് നീ വാ. ഞാൻ നിന്നെ കാത്തിരിക്കുക മോളെ. സീൻ 5. നമുക്ക് ചുറ്റുമുള്ള ആ കൂട്ടുകാരൻ. ദ മിറക്കിൾ എൻകൗണ്ടർ. കൊടുങ്കാറ്റിനിടയിലെ ശാന്തത. ഒരു അപരിചിതന്റെ വരവ്. നിങ്ങളുടെ ആത്മാവിനെ തൊടാൻ എല്ലാവർക്കും പാസ്വേഡുകൾ ആവശ്യമില്ല. എനിക്കിനി അകത്തേക്ക് കയറാൻ വയ്യ. എല്ലാവരും എന്നെ നോക്കി ചിരിക്കില്ലേ? ആ വീഡിയോ കണ്ടവര് അവരെവിടെ ഉണ്ടാവില്ലേ? ദൈവമേ, എന്തിനാ ഞാൻ ഇങ്ങോട്ട് വന്നത്? എല്ലാവരും എന്നെ വെറുക്കുന്നുണ്ടാവും. Hey Liz, how are you? നീ ഇവിടെ ഇരിക്കുവാണോ? അവിടെ നല്ല പ്രാർത്ഥന നടക്കുവാണല്ലോ. അത് എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. നിനക്ക് ആൾക്കൂട്ടത്തെ പേടിയാണോ? അതോ ആ ഡിജിറ്റൽ ട്രാപ്പ് ഓർത്തിട്ടാണോ? നിങ്ങൾക്ക് എന്നെ അറിയോ? ഓക്ലൻഡ് എല്ലാവരും അറിഞ്ഞൂലേ? Hey Liz, don't be silly. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. നിന്റെ മനസ്സിലുള്ള ആ ഭയം, അത് മാത്രമാണ് നിന്നെ വേട്ടയാടുന്നത്. ആ വീഡിയോ ട്രാപ്പിൽ നീ വീണത് നിന്റെ കുഴപ്പമല്ല. നീ ഒരു പാവമായിരുന്നു. നിന്റെ നിഷ്കളങ്കതയെ അവൻ ചൂഷണം ചെയ്തു. ചതിച്ചവനാണ് പാപി, അല്ലാതെ ചതിക്കപ്പെട്ടവനല്ല. നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞേ? എൻ്റെ വീട്ടുകാർക്കോ അച്ഛനോ അല്ലാതെ ആർക്കും ഇത് അറിയില്ലല്ലോ. നിങ്ങൾ ആരാ? അതൊക്കെ പോട്ടെ. നീ എന്തിനാണ് നിന്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നത്? നീ സങ്കടപ്പെടണ്ട. നീ പോയി ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാം ശരിയാകും. നിനക്ക് നിന്നെ പോലെ തന്നെ ക്യൂട്ടായ നല്ലൊരു ഗുഡ് വൈബ് ചെക്കിനെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ശരിയാവുമോ? എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്കെന്തോ സമാധാനം തോന്നുന്നു. വിശ്വാസം ഉണ്ടെങ്കിൽ മിറക്കിൾ സംഭവിക്കും. നീ ചെല്ല്. ആൾക്കാരെന്ന് പറയണമെന്നും നീ നോക്കട്ടെ. നീ നിന്നെ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. നിന്റെ ജീവിതത്തിൽ തീർച്ചയായും ഒരു മിറക്കിൾ ഉണ്ടാകും. ശരി, ഞാൻ അകത്തേക്ക് പോവാം. നിങ്ങളുടെ പേരെന്താ? നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാകും, ലോഗൗട്ട് ആകാതെ. സീൻ 6. വിശ്വാസത്തിന്റെ ലോഗിൻ അല്ലെങ്കിൽ ദ സ്പിരിച്വൽ കംബാക്ക്. ഡാഡി, മമ്മി, ഗ്രേറ്റ് ന്യൂസ്. ആ ചതിയനെ ഓക്ലൻഡ് സൈബർ പോലീസ് പൊക്കി. അവൻ്റെ ലാപ്ടോപ്പും ഫോണും എല്ലാം പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ലിസിൻ്റെ ആ വീഡിയോ അവൻ ആർക്കും അയച്ചിട്ടില്ലായിരുന്നു. എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. ഇനി അവൻ കുറേ നാളകത്ത് കിടക്കും. ദൈവത്തിന് സ്തുതി. കെവിൻ, നീയാണ് ഇതിന് മുൻകൈ എടുത്തത്. നന്ദിയുണ്ട് മോനെ. ഞാൻ പറഞ്ഞില്ലേ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്.
നീ സങ്കീർത്തനത്തിൽ കേട്ടിട്ടില്ലേ സണ്ണി? കർത്താവിൻ്റെ ദൂതൻ തൻ്റെ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് സംരക്ഷിക്കുമെന്ന്. നമുക്ക് ചുറ്റും നമ്മൾ കാണാത്ത പല സംരക്ഷണ വലയും ഉണ്ട്. അപ്പച്ചൻ പറയുന്നത് ടെക്നിക്കലി കറക്റ്റ് ആണ്. ഒരു ഹെവൻലി സൈബർ സെക്യൂരിറ്റി ടീം തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. അതേ സണ്ണിച്ച, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ലിസമോളെ, നീ സന്തോഷം അറിഞ്ഞോ? We got him, Liz. It's not him alone. It's a trap. എല്ലാം ദിവ്യകാരുണ്യ ഈശോയും പിന്നെ ആ ഫ്രണ്ടും. മോളെ, നീ എപ്പോഴും ഈ പയ്യൻ്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ആരാണവൻ? നമ്മുടെ ഇടവക്കാരൻ വലുതാണോ? എനിക്കറിയില്ല അപ്പച്ച, ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ പള്ളിക്ക് പുറത്ത് ഉണ്ടാകും. പക്ഷേ അവൻ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ പോസിറ്റീവ് വൈബ്, അത് വേറൊന്ന് തന്നെയാ. സണ്ണി, ലിസമോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? മോളുടെ മുഖത്ത് നിന്ന് നല്ല പ്രകാശമുണ്ടല്ലോ. അച്ഛാ, അന്ന് അച്ഛൻ റിയയെ ഫോണിൽ വിളിച്ചില്ലായിരുന്നെങ്കിൽ, പള്ളിയിലേക്ക് വരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇന്ന് എൻ്റെ മോള് ഇതുപോലെ ചിരിക്കില്ലായിരുന്നു. എടാ സണ്ണിയെ, ഞാൻ സത്യം പറയാം, അന്ന് ഞാൻ ലിസമോളെ വിളിച്ചിട്ടില്ല. എനിക്കന്ന് ഭയങ്കര തിരക്കായിരുന്നു. അതെങ്ങനെയാ അച്ഛാ? പള്ളിയിൽ വരണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചത് അച്ഛനല്ലേ? ലിസമോളെ, അന്ന് നീ പള്ളിയിൽ വന്നപ്പോൾ ആരെയാണ് കണ്ടത്? അച്ഛാ, ആ ചുരുണ്ട മുടിയുള്ള പയ്യൻ, ഒരു ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട്. അവൻ എന്നോട് കുറേ സംസാരിച്ചു അച്ഛാ. പക്ഷേ അവൻ്റെ വർത്താനം അതെന്നെ വല്ലാതെ മാറ്റി. മോളെ, ഈ കാർഡൊന്ന് നോക്കി. നീ കണ്ട ആ പയ്യൻ ഇത് തന്നെയാണോ? അച്ഛാ, ഇത് അവൻ തന്നെയാ. ഇയാൾ ആരാ അച്ഛാ? ലിസമോളെ, ഇതാണ് വിശുദ്ധ കാർലോസ് അക്വിറ്റസ്. ഇന്റർനെറ്റ് ചതിക്കുഴിയിൽ വീഴുന്ന മക്കളെ രക്ഷിക്കുവാൻ ദൈവം അയച്ച കാവൽ മാലാഹ. എൻ്റെ കർത്താവേ, ചാത്താൻ മാത്രമല്ല, ദൈവവും വൈഫൈയിലുണ്ടല്ലേ. അപ്പൂപ്പ, എനിക്കിന്നി ഈ ഫോൺ വേണ്ടാട്ടോ. സണ്ണിച്ച, മേരി, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ പലതും പറഞ്ഞുപോയി. പക്ഷേ ലിസമോള് പള്ളിയിൽ വരുന്നത് കണ്ട് എൻ്റെ മനസ്സ് മാറി. ഇതാ, ലിസ്മോക്ക് വേണ്ടി ഒരു നല്ല ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ ഡോക്ടറാണ്, നല്ല ഭക്തിയുള്ള കുടുംബം. എന്തു പറ്റി നിനക്ക്? എന്തെങ്കിലും ആകട്ടെ, കൊണ്ടുവാ, ഞങ്ങളൊന്ന് കാണട്ടെ ആ ഫോട്ടോ. കുഴപ്പമില്ല, എല്ലാം ദൈവനിശ്ചയം. കെവിൻ, നീ ഒന്ന് അന്വേഷിച്ചേ ആ പയ്യനെ പറ്റി. നമ്മൾ ആലോചിക്കുന്നതിന് മുൻപ് ആദ്യം ദൈവത്തോട് ആലോചന ചോദിക്കണം. പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും തെറ്റില്ല. ഇനി എവിടെ തെറ്റിയാലും നമ്മുടെ ദൈവം അവൻ്റെ വിശുദ്ധരെയും മാലാഖമാരെയും അയച്ച് നമ്മളെ സംരക്ഷിക്കും. അമ്മച്ചി പറഞ്ഞത് ശരിയാ. ഈ വീടിന്റെ കാവൽ ദൈവം തന്നെയാ. നീ ആകെ മാറിയല്ലോ ഐറീൻ. That's true. എങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ ഒരു സെൽഫി കാച്ചിയാലോ? Dad, now you're a Gen Z. എന്നാ സെൽഫി എടുത്തോ. പക്ഷേ ഇനി ലോഗൗട്ട് ആകാതെ നോക്കണം. എൻ്റെ മകനിൽ ആശ്രയിക്കുന്ന എല്ലാവരുടെയും കൂടെ ഞാനും എല്ലാ വിശുദ്ധരും മാലാഖമാരും അടങ്ങുന്ന സ്വർഗീയ വൃന്ദം കാവലായി ഒപ്പമുണ്ടാകും. സ്നേഹമുള്ളവരെ, ഈ ഡിജിറ്റൽ ലോകത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. നാം തനിച്ചല്ല. നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ചുറ്റും ഒരു ആത്മീയ സംരക്ഷണ വലയം തീർത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ ചുവടിലും ഒരു കൈത്താങ്ങായി, നിഴലായി സ്വർഗീയ കാവൽക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ മാത്രമല്ല, അപകടങ്ങൾ പതിയിരിക്കുന്ന ഈ ഡിജിറ്റൽ ലോകത്തും നമുക്ക് കാവലായി അവിടുന്ന് ദൂതന്മാരെയും വിശുദ്ധരെയും നിയമിച്ചിരിക്കുന്നു. മാതാവിന്റെ മധ്യസ്ഥവും നമ്മുടെ രക്ഷകനായ ഈശോമിശിഹായുടെ കരുണയും നമുക്ക് കോട്ടയായി കൂടെ തന്നെയുണ്ട്.
അതുകൊണ്ട് ഭയപ്പെടാതെ മുന്നോട്ടു പോവുക. ലോകത്തിന്റെ ഡിജിറ്റൽ കെണികളെ മനസ്സിൽ നിന്നും ദൂരെ എറിയുക. പകരം പരിശുദ്ധമായ ദൈവവചനത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ആ ആത്മീയ വലയത്തിനുള്ളിൽ നാം എന്നും എപ്പോഴും സുരക്ഷിതരായിരിക്കും. ദൈവത്തിന് നന്ദി. സെയിന്റ് കാർലോസ് അക്യൂട്ടീസ്, പ്രേ ഫോർ us. ദ സൈബർ ഗാർഡിയൻ. ഇത് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ചാൾസ് ബില്ലി.